അതുപോലെ തന്നെ കലക്ടറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ഒരു ജുഡീഷ്യൽ ബോഡിയുടെ സകല അധികാരവും കവർന്നുകൊണ്ട് ബോർഡിനും അധികാരമില്ല, ട്രിബ്യൂണലിനും അധികാരമില്ല, ഇതിനെ അപ്രസക്തമാക്കിക്കൊണ്ട് ഗവൺമെൻറ് ഇതിന്മേൽ പിടിമുറുക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ദേവസ്വം ബോർഡിൽ 2 പ്രതിനിധികൾ മുസ്ലിങ്ങൾ വേണം അല്ലെങ്കിൽ ഒരു പ്രതിനിധി മുസ്ലിം വേണമെന്ന് പറയാൻ പാടുണ്ടോ? പാടില്ലല്ലോ. ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾ, ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയല്ല, ഈ വിഷയം മുനമ്പത്തോട് ചേർത്ത് പറയുന്നു. മുനമ്പത്ത് താമസിക്കുന്ന ആളുകളുടെ വികാരം നമുക്ക് മനസ്സിലാക്കാം, അതിൻ്റെ ചരിത്രം പഠിക്കണം, അത് കൃത്യമായി മനസ്സിലാക്കുകയും ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, കോടതി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ആ കാര്യത്തിൽ ഗവൺമെൻറ് തീരുമാനമെടുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ പലരും വഖഫ് ആക്ടിനെ കുറ്റപ്പെടുത്തുന്ന ഇപ്പോഴുള്ള അതിന് മറുമരുന്ന് കാണാനാണ്, അതായത് മുനമ്പത്തെ ആളുകളുടെ പ്രശ്നം പരിഹരിക്കാനാണ് ഈ നിയമത്തെ ഞങ്ങൾ പിന്തുണക്കുന്നതെന്ന് പറയുന്നത് 100% അടിസ്ഥാനരഹിതമാണ്. ഈ നിയമം വന്നു എന്നതുകൊണ്ടോ മാറ്റിയത് കൊണ്ടോ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കില്ല. അതിൻ്റെ ആധാരമാണ് പരിശോധിക്കേണ്ടത്, അതിൻ്റെ രേഖകളാണ് പരിശോധിക്കേണ്ടത്, അതിൻ്റെ കോടതി വിധികളാണ് പരിശോധിക്കേണ്ടത്. അതിന് വഖഫ് ബോർഡ് കുറ്റക്കാരല്ല, അല്ലെങ്കിൽ വഖഫ് നിയമം കുറ്റമല്ല, മറിച്ച് അത് ആ ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ട കാലികമായ ചർച്ചകളും വിഷയങ്ങളുമാണ്. ഇവിടെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇത്തരം ചർച്ചകളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്, JPC ഇത് ചർച്ച ചെയ്തു. JPC ചർച്ച ചെയ്തപ്പോൾ പ്രതിപക്ഷം 44 ഭേദഗതികൾ ഇതിൽ കൊണ്ടുവന്നു, ഒക്കെ തള്ളി. 16 ഭേദഗതി ഭരണപക്ഷം കൊണ്ടുവന്നു, അത് ഉൾപ്പെടുത്തി. പിന്നെ പറയുന്നത് സ്ത്രീകൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുവരുന്നത്, സ്ത്രീകൾ അതിൽ മെമ്പറാക്കണമെന്നാണ് പറയുന്നത്. ആ പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. ഇന്ത്യയിലെ പല വഖഫ് ബോർഡുകളിലും സ്ത്രീകൾ ചെയർമാൻമാരായിരുന്നിട്ടുണ്ട്, സ്ത്രീകൾ മെമ്പർമാരായിരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനസമൂഹത്തിൻ്റെ സുസ്ഥിരമായ നിലനിൽപ്പിനെ നശിപ്പിക്കുന്ന രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യം ആലോചിക്കണ്ടേ, ഒരു മുസ്ലിം സംഘടനയും ഔദ്യോഗികമായി ഈ വഖഫ് ബില്ല് മാറ്റണം എന്ന് വഖഫ് നിയമം മാറ്റണം എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇത്തരമൊരു വിഷയമൊക്കെ വരുമ്പോൾ അതിൻ്റെ കൺസേൺഡ് പേഴ്സൺസ്, ഇന്ത്യയിൽ മുസ്ലിം സംഘടനകളുണ്ട്, അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയ നേതാക്കളുണ്ട്, അവരുമായി ഒരു ചർച്ച ഗവൺമെൻറ് നടത്തിയിട്ടില്ലല്ലോ. അവരാവശ്യപ്പെട്ടിട്ടുമില്ല, അവരുമായി ചർച്ച നടത്തിയിട്ടുമില്ല. ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു വിഷയമാണെങ്കിൽ അത് അവരുമായി ചർച്ച ചെയ്യാതെ നമുക്ക് നടത്താൻ പറ്റുമോ? അവർക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട്, ആ സ്വത്തുക്കളൊന്നും ഈ ഗവൺമെൻറ് ഓഡിറ്റിന് വിധേയമല്ല. വഖഫ് ബോർഡ് പോലെയോ ദേവസ്വം ബോർഡ് പോലെയോ അവർക്കൊരു ബോർഡില്ല, അവരത് വത്തിക്കാനിൽ നിന്ന് നിയന്ത്രിക്കുന്നു എന്നാണ് പറയുന്നത്. ആകട്ടെ, അതിന് നമുക്ക് പരാതിയില്ല, അത് അവരുടെ കാര്യമാണ്. ഓരോ മതത്തിനും അതിൻ്റേതായ നിയമങ്ങളുണ്ടാവും, കാരണം അതുകൊണ്ട് നമുക്കൊന്നും ബാധിക്കുന്നില്ല, നമുക്കെതിരായി അതിലൊന്നും വരുന്നില്ല എന്ന പോലെ ഈ വിഷയത്തിലും ആരുടെയും ഭൂമി അന്യായമായി വഖഫ് ബോർഡ് കയ്യേറാൻ പോകുന്നില്ല. അതിനൊരു വകുപ്പും അതിൻ്റെ മുമ്പിലില്ല. കേവലം മുനമ്പം വിഷയം വെച്ച് ഇത് ബേണിംഗ് ഇഷ്യൂ ആക്കി നിർത്തരുത്. മാത്രമല്ല, ഇതിനെതിരെ മതേതരവാദികളായ, രാജ്യത്തിൻ്റെ സുസ്ഥിരത ആഗ്രഹിക്കുന്ന, ജനായത്ത ഭരണത്തിൽ നമുക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കുന്ന വിധത്തിൽ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകളും BJPയുടെ ഈ തന്ത്രത്തെ പരാജയപ്പെടുത്താൻ ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കുകയും, പ്രത്യേകിച്ച് ഉത്തരവാദിത്ത ബോധമുള്ള പാർലമെൻറ്റ് മെമ്പർമാർ, പ്രത്യേകിച്ച് കേരളത്തിലെ മതസൗഹാർദ്ദം നിലനിൽക്കുന്ന നമ്മുടെ കേരളത്തിലെ MP-മാർ ശക്തമായി ഇതിനെതിരെ പാർലമെൻറ്റിൽ വോട്ട് ചെയ്ത് ഇത് പരാജയപ്പെടുത്താൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഭരണകക്ഷിയിൽ തന്നെ ചില കക്ഷികൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇതിനെ എതിർക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ഇന്ന് നമുക്കറിയാം. മതേതരത്വത്തിൻ്റെ നിലപാട് സ്വീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ നിലപാടിലേക്ക് എല്ലാവരും വരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് വിജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനയും അതുപോലെ തന്നെ രാഷ്ട്രീയ തീരുമാനങ്ങളും വരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ KCBC ആണ് അതിനകത്ത് ഈ ബില്ലിൽ ശക്തമായ നിലപാട്, സർക്കാരിനൂടെ നിൽക്കണമെന്ന നിലപാട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനൊന്നും വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ മുസ്ലിം സംഘടനകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ആയാലും ലീഗ് ഉൾപ്പെടെയുള്ള UDF-ലെ കക്ഷികൾക്ക് പോലും കാര്യമായി സാധിച്ചിട്ടുണ്ടോ? അത് രാഷ്ട്രീയ നേതാക്കളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളിൽ കോൺഗ്രസ് വ്യക്തമായ തീരുമാനമെടുത്ത് ഇതിനെതിരെ അവർ JPCയിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ ശക്തമായ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയാണ്, ഇന്ത്യ ഭരിച്ച കക്ഷിയാണ്. ഇന്നും ഇന്ത്യയിൽ മൊത്തത്തിൽ വേറുള്ള ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി BJP കഴിഞ്ഞാൽ കോൺഗ്രസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രതിപക്ഷത്തെ ഏറ്റവും മുന്നിലുള്ള പാർട്ടി അവരാണ്. അവർക്കിതിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഇതേവരെ ഈ ബില്ലിനെ അനുകൂലിക്കുന്ന തരത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഒരു ശബ്ദം ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ KCBC പോലുള്ള സംഘടനകൾ ഈ വിഷയത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടിച്ചേർക്കുന്നത് മുനമ്പം വിഷയവുമായിട്ടാണ്. മുനമ്പം വിഷയവുമായി ഇതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അതിന് എത്രയോ മുമ്പ് കൊണ്ടുവരുന്ന ബില്ലാണിത്. ഈ ബില്ല് കൊണ്ടുവരുന്നത് വഖഫിനെ പാടെ തകർക്കാനാണ്, രക്ഷിക്കാനല്ല. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് വരുന്ന ഈ ഒരു വിഷയം, ഉദാഹരണമായി മണിപ്പൂരിൽ ക്രൈസ്തവ സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നമുക്കതിൽ വേദനയുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പോലും സന്ദർശനം നടത്താൻ തയ്യാറായി. അവർക്ക് വേണ്ടി നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഈ രാജ്യത്ത് ഏതൊരു ജനവിഭാഗത്തിന് ബുദ്ധിമുട്ട് വരുമ്പോഴും നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടവരാണ്. അങ്ങനെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണല്ലോ നമ്മൾ ബ്രിട്ടീഷുകാരെ പുറത്താക്കിയത്.
ആ ഒരുമയും സ്നേഹവും എല്ലാ കാര്യത്തിലും പ്രകടിപ്പിക്കണം. മുസ്ലിങ്ങളുടെ വഖഫ് നിയമം കൊണ്ട് ഒരു ക്രൈസ്തവനും ഒരു ദ്രോഹവും വരാൻ പോകുന്നില്ല. അങ്ങനെ ദ്രോഹം വരുത്തുന്നവൻ യഥാർത്ഥ മുസ്ലിമുമല്ല.